അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറങ്ങാൻ തുടങ്ങുമ്പോഴാ നിന്റെ വിളി. മാധവേട്ടൻ ഗുളിക കഴിച്ചോ മോളെ? ഇല്ല, അതിന് സമയമായില്ലല്ലോ അമ്മേ. അച്ഛന് ഗുളിക കൊടുത്തിട്ടേ ഞാൻ കിടക്കൂ. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അമ്മ ഗുളിക കഴിച്ചോ? കഴിച്ചു. അക്കാര്യത്തിലൊക്കെ ജഗതിയും മീനാക്ഷിയും നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് മോളെ. ജഗത നിന്നെ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. പക്ഷേ ഹരിതയുടെ വീട്ടിൽ അമ്മ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊന്നും അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല. അമ്മ അക്കാര്യങ്ങളൊന്നും എന്നോട് പറയരുതെന്ന് വിലക്കിയിട്ടാവും. ഞാൻ വിലക്കിയിട്ടോ? അതിന് ഹരിതയുടെ വീട്ടിൽ എനിക്ക് കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ. എന്തിനാ അമ്മ ഒളിക്കുന്നത്? ഹരിത എനിക്ക് നന്നായിട്ട് അറിയില്ലേ. എച്ചൽ പാത്രം കഴുകാത്തതിന് ഞാൻ വഴക്കു പറഞ്ഞതിന്റെ വൈരാഗ്യമൊന്നും കെട്ടടങ്ങി കാണില്ല. എന്നെ സൗകര്യത്തിന് കിട്ടാത്തതുകൊണ്ട് കുറ്റപ്പെടുത്തലുകൾ മുഴുവൻ അമ്മയുടെ മേലായിരിക്കും അല്ലേ? വാക്കേറ്റം അല്ലാതെ ദേഹോപദ്രവം വല്ലതും ഉണ്ടോ അമ്മ? അമ്മ എന്തോന്നും മിണ്ടാത്തത്? ഒന്നുമില്ല മോളെ. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അമ്മ അവിടെ നിന്ന് തിരികെ കൊണ്ടുവരാനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അമ്മ വിഷമിക്കരുത്. എന്റെ കാര്യോർത്ത് നിങ്ങൾ ആരും വിഷമിക്കാതിരുന്ന മാത്രം. ഹലോ ഹലോ, ചാർജ് ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ ഫോൺ ഓഫായിന്ന് തോന്നുന്നു. തള്ളയുടെ കാര്യം ഓർത്ത് ആരും വിഷമിക്കേണ്ടതാണല്ലോ കേട്ടത്. അല്ലെങ്കിൽ തന്നെ ആരാ തള്ളയെ ഓർത്ത് വിഷമിക്കുന്നേ? ആരാ വിളിച്ചേ? ചോദിച്ചത് കേട്ടില്ലേ? ഫോണിൽ ആരോടാ സംസാരിച്ചെന്ന്? അത് ആരാ വിളിച്ചതെന്ന്? സുചിത്ര. സുചിത്രയോ? ആ മഹാമാരണത്തിന് ഇവിടുത്തെ വൃത്താന്തങ്ങളൊന്നും അറിയാതെ ഉറക്കം വരുന്നില്ലേ? എന്തൊക്കെ വിഷമങ്ങളാ ആ നുണച്ചിയുടെ മുമ്പിൽ വിളമ്പി കൊടുത്തേ? ഞാൻ മറ്റൊന്നും പറഞ്ഞില്ല. ഗുളിക കഴിച്ചോന്ന് ചോദിച്ചു, കഴിച്ചോന്ന് മറുപടിയും പറഞ്ഞു. അപ്പൊ നിങ്ങക്ക് ഞാൻ ഇവിടെ ഗുളിക തരുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് നിങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്റെ പൊന്നുമോളെ, നീ എഴുതാപ്പുറം വായിക്കാതെ. നിന്റെ അന്നവും കഴിച്ചുകൊണ്ട് നിനക്കെതിരായി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിർത്ത്. ഒരു ശുദ്ധഗതിക്കാരി സത്യവതി വന്നിരിക്കുന്നു. കാൽ കാശിന് പോക്കില്ലാത്ത തല തിരിഞ്ഞ അഹങ്കാരിയാ ആ സുചിത്ര. എന്റെ ആജന്മ ശത്രു. മേലിൽ അവള് വിളിച്ചാ ഫോൺ എടുക്കാൻ പാടില്ല. അവളെ അങ്ങോട്ട് വിളിക്കാനും പാടില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ വേണ്ട. ഈ സാധനം ഉണ്ടെങ്കിലല്ലേ കുത്തി വിളിക്കൂ. ഇതിന് എന്റെ കയ്യിൽ ഇരിക്കട്ടെ. മോളെ, എന്റെ ഫോൺ എനിക്ക് തന്നേക്ക്. വേണ്ട, തൽക്കാലം ഇത് എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അരുത് മോളെ, ഞാനിനി സുചിത്രയെ വിളിക്കില്ല. അവൾ ഇങ്ങോട്ട് വിളിച്ച എടുക്കയില്ല. വല്ലപ്പോഴും എനിക്ക് മാധവേട്ടനെ ഒന്ന് വിളിക്കണം. മാധവേട്ടനെ എന്നെയും വിളിക്കണല്ലോ. ഫോണിങ് തന്നേക്ക്. തൊരുന്നില്ലെന്ന് പറഞ്ഞില്ലേ മോളെ? ഫോണിങ് തന്നേക്ക്. മാനത്തെ കൊട്ടാരം